നമസ്കാരം. ഇതൊരു സ്റ്റഡി വ്ളോഗാണ്. ഒരു SMM എനിക്ക് കുറച്ച് ടൈമേ ഒരു ദിവസം കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം RRBക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം സിലബസ് ഡൗൺലോഡ് ചെയ്തു. സിലബസ് വെച്ചിട്ട് ഇത് മോൻ വരഞ്ഞിട്ടതാണ്. അപ്പോൾ സിലബസ് വെച്ചിട്ട് NCERT അറിയാമല്ലോ, SSC RRBക്കൊക്കെ NCERT ആണ് അവർ ഫോളോ ചെയ്യുക ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ. അപ്പോൾ NCERTയിൽ പറ്റുന്ന നോട്ട്സ് തയ്യാറാക്കും. രാത്രി ഞാൻ അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പകൽ സമയം കിട്ടുമ്പോൾ എല്ലാം ഒന്ന് റിവൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സയൻസും സോഷ്യലും. ഇപ്പോൾ ഹിസ്റ്ററി ഒരുപാട് വൈഡ് ഏരിയ ആയിട്ട് കിടക്കുന്നതാണ് ഹിസ്റ്ററി. അപ്പോൾ ഹിസ്റ്ററി സമയം കിട്ടുമ്പോഴൊക്കെ, സയൻസാണ് മെയിനായിട്ട് ഞാൻ നോട്ട്സ് കുറച്ചധികം തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഒരു ജൂൺ ജൂലൈ എക്സാം ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോഴേക്ക് മാക്സിമം ഇപ്പോൾ ഞാൻ റാങ്ക് ഫയലൊന്നും വാങ്ങിച്ചിട്ടില്ല. ഒരു ഓവറോൾ ഐഡിയ കിട്ടിയതിന് ശേഷം PYQ റാങ്ക് ഫയൽസ് വാങ്ങിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ ഞാനിങ്ങനെ ടൈം കിട്ടുമ്പോഴൊക്കെ ഈ നോട്ട്സ് റിവൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നെപ്പോലെയുള്ള അമ്മമാർക്ക്, ടൈം കിട്ടാത്തവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവുമെങ്കിൽ എന്ന് കരുതി ഞാനിടുന്ന വീഡിയോ ആണ്. പഠിക്കാനുള്ള ടൈമാണ് ഇതൊക്കെ, എന്നാലും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ഞാനിതിൽ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ 10th സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് ഞാൻ NCERT സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ചെറിയൊരു ബോക്സ് പോലെ വരച്ചിട്ട് ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ NCERTയോ PYQ, NCERT + PYQ ആയൊരു പാറ്റേണിൽ ഫോളോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ ചെറിയൊരു ബോക്സിൽ ഞാൻ അന്നൊന്ന് പഠിക്കുന്നത് ഏത് ചാപ്റ്ററാണോ പഠിച്ചത്, അല്ലെങ്കിൽ PYQ ആണോ പഠിച്ചതെന്നുള്ളത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ എനിക്ക് ഞാൻ എത്ര കംപ്ലീറ്റ് ചെയ്യുന്നെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് കരുതുന്നത്. അങ്ങനെ പകൽ അവൻ ഉറങ്ങുന്ന സമയത്ത് കുറച്ച് റിവൈസ് ചെയ്യും. പിന്നെ ഇതുപോലെയാണ് ഞാൻ ചെയ്യുന്നത്. താങ്ക് യു.